ദുബായിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള യാത്രയാണ്. സോ ഹോട്ടലിൽ നിന്ന് ദുബായിലെ ടെർമിനൽ 1ലേക്ക് വരുന്ന ആ ഒരു സമയം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഒരു ടാക്സിയാണ് കിട്ടിയത്. ആ ടാക്സി ഡ്രൈവർ ഒരു നേപ്പാളിയായിരുന്നു. സോ പൊതുവേ ടാക്സികളിൽ യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം ഡ്രൈവേഴ്സുമായി, അത് പല രാജ്യങ്ങളിലുള്ള ഡ്രൈവേഴ്സ് ആയിരിക്കാം, ആഫ്രിക്കൻസ് ആയിരിക്കാം, ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരും, ശ്രീലങ്ക അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ആൾക്കാർ, അതും പല രീതിയിലുള്ള കൾച്ചറും ബാക്ക്ഗ്രൗണ്ടുമുള്ള ആൾക്കാർ. സോ അവരോട് പൊതുവേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് എനിക്കിഷ്ടം. സോ ഏതെങ്കിലും ടോപ്പിക് എടുത്ത് സംസാരിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് വളരെ രാവിലെയാണ് ചെക്കൗട്ട് ചെയ്തത് ഹോട്ടലിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ഇന്നത്തെ സിറ്റുവേഷൻ എന്നുള്ളത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം ഡ്രൈവറായിരുന്നു കൂടുതൽ കൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷന് താല്പര്യമെടുത്തത്. കുറച്ച് പ്രായം ചെന്ന ഒരു നേപ്പാളി ഡ്രൈവറായിരുന്നു. അദ്ദേഹം ആദ്യം തന്നെ ചോദിച്ചത് ഹിന്ദി സംസാരിക്കാൻ അറിയുമോ എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് തോന്നുന്നു. പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് 20s നമുക്ക് സംസാരിക്കാനൊന്നും സമയം കാണില്ല. 30s ആകുമ്പോൾ വിൽ ഹാവ് ഫ്രണ്ട്സ്. 40s 50s ക്രോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നാം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഫ്രണ്ട്സോ ഫാമിലിയോ ഈവൻ അവർ ഓൺ വൈഫ് ഓർ സ്പൗസ് ദേ വിൽ നോട്ട് ബി ദാറ്റ് റെഡി. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നുള്ളത് ആസ് എ ഹ്യൂമൻ ബീയിങ്, സോഷ്യൽ ബീയിങ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആഗ്രഹമുണ്ടാക്കും. ഏതായിരുന്നാലും അദ്ദേഹവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചോദിച്ചത് എൻ്റെ സ്ഥലമാണ്, കേരളമാണ്, മലയാളി എന്നറിഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷം നേടിയ ഒരു വ്യക്തിയാണ്. പൊതുവെ മലയാളി എന്ന് പറയുമ്പോൾ മൽബാരി എന്നാണ് ഗൾഫിലും മറ്റും അറിയപ്പെടാറ്. പൊതുവെ പറയപ്പെടാറ് മൽബാരി അല്ലെങ്കിൽ മലബാരികൾ വളരെ ക്രൂക്കഡാണ്, ക്ലവറാണ്, സ്വന്തം എന്താ പറയുന്നത് ലാഭത്തിന് വേണ്ടിയും കരിയർ ഗ്രോത്തിന് വേണ്ടിയും സ്വന്തം ബെനിഫിറ്റിന് വേണ്ടിയും ബാക്കിയുള്ള ആൾക്കാരെ കുരുതിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരാണ് സ്വന്തം ആൾക്കാർ. അതായത് മലയാളികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന, മലയാളികൾക്ക് മാത്രം യൂസ്ഫുൾ ആകുന്ന ആൾക്കാർ എന്നൊക്കെ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് പൊതുവെ എല്ലാവരും പരസ്പരം ഷെയർ ചെയ്യാറ്. അതുപോലെ ഒരു യൂസേജ് കൂടിയുണ്ട്, മൽബാരി സപ്പേ ബാരി. അതൊരു ഹിന്ദി വേർഡാണ്. പൊതുവെ ഞാൻ കേൾക്കുന്നൊരു വേർഡാണ്. ആദ്യമായിട്ട് എൻ്റെ ജോബിൽ കയറിയപ്പോൾ അടുത്തുള്ള നോർത്ത് ഇന്ത്യൻസ് പരസ്പരം പറഞ്ഞിരുന്നൊരു വേർഡായിരുന്നു മൽബാരി സപ്പേ ബാരി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് മലയാളികൾ എല്ലാവർക്കും വലിയൊരു ഭാരമാകും എന്നായിരിക്കാം. ഏതായിരുന്നാലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ മലയാളികൾ ഇദ്ദേഹത്തിൻ്റെ ഈ നേപ്പാളി ഡ്രൈവറിൻ്റെ അഭിപ്രായത്തിൽ ദേ ആർ ദ അമേസിങ് പീപ്പിൾ. പരസ്പരം മതം വെച്ച് അടി കൂടുന്ന ആൾക്കാരല്ല, വിദ്യാഭ്യാസം നേടിയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ചിന്തയിലും മനസ്സിൻ്റെ വിസ്താരത്തിലും ബ്രോഡ് മൈൻഡഡ്നെസ്സിലൊക്കെ വളരെ മുൻപന്തിയിലിരിക്കുന്ന ആളാണ്. അതോടൊപ്പം ഈ നേപ്പാളി ഡ്രൈവറിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹം എഡ്യൂക്കേഷനും അതോടൊപ്പം കൾച്ചറൽ കാര്യങ്ങൾക്കും ഒരു ലിങ്ക് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു എഡ്യൂക്കേറ്റഡായ ആൾ ദേ വിൽ ബി സുപ്പീരിയർ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വെറും ഏണിങ്ങിൽ മാത്രമല്ല, മറിച്ച് മറ്റുള്ള ആൾക്കാരുമായി ഇടപെടുന്നതിലും അതോടൊപ്പം കാര്യങ്ങൾ നിർവഹിക്കുന്നതിലും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിലും അങ്ങനെ പല കാര്യങ്ങളിലും. സോ ബേസിക്കലി മലയാളികളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. അദ്ദേഹം പറയുന്നത് മലയാളികൾ ഫസ്റ്റ് ദേ ആർ എഡ്യൂക്കേറ്റഡ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് മലയാളികൾ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ജോലി ലഭിക്കുന്നു എന്നുള്ളത് സത്യമതല്ല, ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. മൂന്നാമത് മലയാളികൾ അടികൂടാറില്ല. ദേ വിൽ അവോയ്ഡ് കോൺഫ്രണ്ടേഷൻ. പരമാവധി അടികൂടുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുമെന്നുള്ളതാണ്. ഇത് എത്രത്തോളം ശരി എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് കേരളം വിട്ട് പുറത്തു പോകുന്ന സ്ഥലത്ത്, അതായത് പുറം രാജ്യങ്ങളിൽ പൊതുവേ മലയാളികൾ ഡീസൻ്റാണ്. കേരളത്തിനകത്ത് വി ആർ വെരി മച്ച് എന്താ പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഏകദേശം എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ശ്രമിക്കുകയും നമ്മുടെ റിയാക്ഷൻ അത് രേഖപ്പെടുത്താൻ വളരെ മുൻപന്തിയിലിരിക്കുന്ന ആളാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരു റിയാക്ഷൻ
അല്ലെങ്കിൽ റിയാക്റ്റിംഗ് കപ്പാസിറ്റി അങ്ങനെ കാണിക്കാറില്ല. കാരണം നമുക്കറിയാം അങ്ങനെ റിയാക്റ്റീവായാൽ തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങളിൽ ആ രീതിയിലുള്ള ഒരു ആക്സെപ്റ്റൻസ് ലഭിക്കില്ല എന്നുള്ളതും, അതോടൊപ്പം ഇവിടുത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് സപ്പോർട്ടീവ് ആയിരിക്കില്ല, മറിച്ച് കിട്ടുന്നത് ഡിപ്പോർട്ടേഷനോ അല്ലെങ്കിൽ ജയിലോ ആയിരിക്കും. ഏതായിരുന്നാലും ഔട്ട്സൈഡ് കേരള, പ്രത്യേകിച്ച് ഗൾഫിൽ മലയാളികൾ നല്ല ആൾക്കാരാണ്, വെൽ മാനേഡാണ്. കേരളത്തിനകത്തും നല്ല ആൾക്കാരുണ്ട്, നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളുള്ള ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളൊക്കെ കേരളത്തിൽ വരുമ്പോൾ അവർ ചെയ്യുന്ന വ്ളോഗ്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഹൗ ബ്യൂട്ടിഫുൾ വി ആർ. പക്ഷേ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ പുറത്തുള്ള രാജ്യങ്ങളിൽ മലയാളികൾ ഒരു രീതിയിലുള്ള കോൺഫ്രണ്ടേഷൻസും ഒരു രീതിയിലുള്ള അടികൂടലിനും താല്പര്യം പൊതുവെ കാണിക്കാറില്ല. അത് ഒരു നല്ല കാര്യമാണ്. കാരണം ഏതൊരു രാജ്യത്തും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ദേ ലൈക്ക് പീസ്, സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ്. ആ രീതിയിലുള്ളൊരു സിസ്റ്റമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ മലയാളികൾ ദേ ആർ വെൽ പ്ലേസ്ഡ്. ഓക്കെ, ഇന്നലെ രാത്രി നടന്ന ഒരു ഇവൻ്റ് കൂടി ഉണ്ടായിരുന്നു. അതിലും മലയാളികളെ പൊതുവെ ഗ്ലോബൽ സിറ്റിസൻസ് എന്ന രീതിയിലാണ് അവിടെ പരിചയപ്പെടുത്തിയത്. സോ മലയാളികൾ സൂപ്പറാണ്, ഓസമാണ്, അടിപൊളിയാണ്, എല്ലാമാണ്. പക്ഷേ ആ ഒരു ഇമേജ് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് എല്ലാവരുടെയും കടമയും കൂടിയാണ്. സോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൽഡർ സിറ്റിസൻസ്, എൽഡർ ജനറേഷൻ, പ്രായം ചെന്ന അല്ലെങ്കിൽ ഏകദേശം 30s, 40s, 50s ഒക്കെയുള്ള ആൾക്കാർ, നമ്മുടെ മലയാളി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അവർ കാത്തു സൂക്ഷിച്ച ഒരു ലെഗസി ഉണ്ട്. അത് ഇനി വരുന്ന, അതായത് 20s ഒക്കെ കടന്നു വരുന്ന ജനറേഷൻ സെഡ്, ജെൻസി അല്ലെങ്കിൽ ആൽഫ അല്ലെങ്കിൽ ബീറ്റ ജനറേഷൻസ് കാത്തു സൂക്ഷിക്കുമെന്നാണ് എൻ്റെ ഒരു പൊതുവെയുള്ളൊരു മനസ്സിലാക്കൽ. കാരണം ആസ് എ ഗ്ലോബൽ സിറ്റിസൺ, ആ ഒരു ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് കേരളത്തിന് ലഭിച്ചത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മെയിനായിട്ടും നമ്മുടെ കേരളം എന്നുള്ളത് വളരെ എക്സ്പോസ്ഡാണ്. നമ്മുടെ ജിയോഗ്രഫി തന്നെ വളരെ പർട്ടിക്കുലറാണ്, പെക്യുലറാണ്. ആൾക്കാർക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ ലോകത്തിലെ ഡിഫറെൻറ്റ് സിവിലൈസേഷൻസുമായി 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ഹിസ്റ്ററി, ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. യൂറോപ്യൻസ് ആയാലും അറേബ്യൻസ് ആയാലും ഇറാനിയൻസ് ആയാലും ഏത് രാജ്യമായാലും വെസ്റ്റേൺ കൾച്ചേഴ്സുമായാലും അവർ തീർച്ചയായിട്ടും അറബിക്കടൽ വഴി കേരളത്തിലെത്തുകയും ദേ ഡിഡ് ട്രേഡ്. പല കാര്യങ്ങളും കേരളത്തിലേക്ക് നൽകി, പല കാര്യങ്ങളും കേരളത്തിൽ നിന്ന് നേടി. അതോടൊപ്പം കേരളവുമായി നല്ല രീതിയിൽ അസിമുലേറ്റ് ചെയ്തു, ഇടകലർന്നു. പല വിദേശികൾക്കും കേരളത്തിൽ പിൻതലമുറക്കാരുണ്ടായി. കേരളത്തിലെ പല ആൾക്കാരും, മലയാളികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി. അങ്ങനെ പല രീതിയിലുള്ള ആക്റ്റീവ് ലിങ്ക്സും ബിൽഡ് ചെയ്തത് കൊണ്ട് തന്നെ കേരളം എന്നുള്ളത് ഇന്ന് വലിയ ഒരു ഗ്ലോബൽ സിറ്റിസൻസിനെയാണ് ലോകത്തിന് നൽകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ആ ഒരു കാലിബർ മലയാളികളിൽ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം വരുന്നത് നെഗറ്റീവ് പോയിൻ്റ് അല്ല, മറിച്ച് വി ക്യാൻ ബി ബെറ്റർ അറ്റ് നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ്. മലയാളം വി ആർ സൂപ്പറാണ്. ഹിന്ദി അത്ര സൂപ്പർ അല്ലെങ്കിലും തട്ടിക്കൂട്ടി നമ്മൾ പറയും. ഇംഗ്ലീഷ് പൊതുവെ സംസാരിക്കാറുണ്ട്, പക്ഷേ ആ ഒരു ഫ്ലുവൻസിൽ സംസാരിക്കാറില്ല. ഏതായിരുന്നാലും ലാംഗ്വേജിൻ്റെ ഫ്ലുവൻസിയേക്കാളും കൂടുതലും നമ്മുടെ വില്ലിങ്നെസ്സാണ് കാണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ആ കാര്യത്തിൽ മലയാളികൾ ഒട്ടും പിന്നിലല്ല. തീർച്ചയായിട്ടും നാം നമ്മുടെ ആ ഒരു ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്ന ഒരു കാര്യം എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഒരു നേപ്പാളി ഡ്രൈവർ, അദ്ദേഹം മലയാളികളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസിറ്റീവ് വൈബ് ഷെയർ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ തോന്നി. ഈ വീഡിയോ എത്ര പേര് കാണുമെന്നറിയില്ല. ഏതായിരുന്നാലും മലയാളികൾ സൂപ്പറാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമുക്ക് ഒരിക്കലും മറക്കാതിരിക്കുക. സൂപ്പറാക്കാൻ കാര്യം തീർച്ചയായിട്ടും നമ്മൾ ബാക്കിയുള്ള കൾച്ചേഴ്സുമായിട്ടും സിവിലൈസേഷൻസുമായിട്ടും
എളുപ്പത്തിൽ ഇടകലർന്ന് ആരെയും അപ്പുറവും ഇപ്പുറവും ബുദ്ധിമുട്ടുണ്ടാക്കാതെ പരസ്പരം ബഹുമാനിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. സോ തീർച്ചയായിട്ടും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസും എക്സ്പെക്റ്റേഷൻസും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതൊരു ചെറിയ വ്ളോഗാണ്, പക്ഷേ ഇതിൽ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണമെന്നുള്ളത് ആ ഒരു പോസിറ്റീവ് ഫീലിംഗാണ്. ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഷെയർ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. മലയാളികളെക്കുറിച്ച് നെഗറ്റീവായി പറയുന്ന, ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്, പല പ്ലാറ്റ്ഫോംസുകളുണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ തൂക്കം വരേണ്ടത്, അല്ലെങ്കിൽ മുൻതൂക്കം നൽകേണ്ടത് നമ്മുടെ പോസിറ്റിവിറ്റീസിനാണ്. തീർച്ചയായിട്ടും ഈ പോസിറ്റിവിറ്റീസാണ് നമ്മെ നാമാക്കി മാറ്റുന്നത്. എനിവേ, താങ്ക് യു. ലെറ്റ്സ് മീറ്റ് ഇൻ നെക്സ്റ്റ് വീഡിയോ.